ഹാഷിം കച്ചവടത്തിനായി പോകുമ്പോൾ മരുപ്പച്ചയിൽ ചെന്ന് റെസ്റ്റ് ചെയ്യും. അതിനിടയിൽ സൽമയെ കണ്ടു, മോഹിച്ചു, വിവാഹാഭ്യർത്ഥന നടത്തി. ഹാഷിമിനെ സൽമയ്ക്ക് കേട്ടറിവുണ്ട്. കാബയിലെ തീർത്ഥാടകരെ അന്നമൂട്ടുന്ന സുമുഖനായ ചെറുപ്പക്കാരനാണ് ഹാഷിം എന്നവൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ മെക്കയിൽ സ്ത്രീകളുടെ നില ശരിയല്ല. മദീനയിലുള്ള സ്റ്റാറ്റസ് മെക്കയിലില്ല. അതവൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് അവൾ വിവാഹത്തിന് ചില നിബന്ധനകൾ വെച്ചു. വിവാഹം കഴിഞ്ഞാൽ കുടുംബജീവിതത്തിൽ ഉള്ള കാര്യങ്ങളുടെ മൊത്തം ചുമതല അല്ലെങ്കിൽ നിയന്ത്രണം എനിക്ക് മാത്രമായിരിക്കും. ഹാഷിം കല്യാണത്തിനുള്ള എല്ലാ നിബന്ധനകളും സമ്മതിച്ചു. അവർക്കൊരു കുട്ടി ഉണ്ടായി. കുട്ടിക്ക് ഷൈബ എന്ന് പേരിട്ടു. കുട്ടി ഉണ്ടായപ്പോൾ സൽമ മറ്റൊരു നിബന്ധന വെച്ചു. ഈ കുട്ടി എന്നോടൊപ്പം വളരും, മക്കയിലേക്ക് വരില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പുള്ള മദീനയെപ്പറ്റി ഒന്ന് അത്ഭുതപ്പെടാതെ ഈ കഥ മുന്നോട്ട് പോകില്ല. സ്ത്രീകൾക്ക് ഇത്ര